ജന്മം നൽകിയതിൻ്റെ ശിക്ഷ നടപ്പാക്കി. താമരശ്ശേരിയിലെ കിടപ്പിലായ അമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ലഹരിക്കടിമയായ മകൻ പറഞ്ഞ വാക്കുകളാണിത്. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ യാതൊരു കുറ്റബോധവും അയാൾക്കില്ല. ലഹരി വാങ്ങാൻ പണം കൊടുക്കാത്തതാണ് പ്രകോപന കാരണം. ഇതിനു മുൻപ് 3 തവണ സുബൈദയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ട്യൂമർ രോഗിയാണെന്ന് അറിഞ്ഞിട്ട് പോലും സ്വന്തം അമ്മയോട് കരുണ കാണിക്കാതിരുന്ന ആഷിക്ക് എത്രത്തോളം മനസ്സാക്ഷിയില്ലാത്തവനായിരിക്കും. ഇതോടൊപ്പം രാജ്യവും സംസ്ഥാനവും ഉറ്റുനോക്കുന്ന 2 കൊലക്കേസുകളിൽ നാളെ ശിക്ഷ വിധിക്കുകയാണ്. കൊൽക്കത്തയിലെ സഞ്ജയ് റോയ്ക്കും പാറശാലയിലെ ഗ്രീഷ്മയ്ക്കും തൂക്കുകയർ വിധിക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കൾ വളർന്നു കഴിയുമ്പോൾ വാർദ്ധക്യകാലത്ത് ഒരാശ്രയമാകുമെന്നാണ് പല മാതാപിതാക്കളും കരുതാറുള്ളത്. എന്നാൽ ഈ കെട്ട കാലത്ത് ഇനി അങ്ങനൊരു പ്രതീക്ഷ വേണ്ട കേട്ടോ. പുതിയ തലമുറയ്ക്ക് കൂട്ടുകാർക്കൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കണം, ലഹരി ഉപയോഗിക്കണം. അതിനുള്ള പണം കണ്ടെത്താൻ സ്വന്തം മാതാപിതാക്കളെപ്പോലും കൊലപ്പെടുത്താൻ മടിക്കില്ല. കോഴിക്കോട് താമരശ്ശേരിയിലെ ആഷിക്ക് ലഹരി വാങ്ങാൻ പലതവണ അമ്മയോട് പണം ആവശ്യപ്പെട്ടതാണ്. അത് കൊടുക്കാത്തതിൻ്റെ പകയായിരുന്നു സുബൈദ എന്ന രോഗബാധിതയായ അമ്മയുടെ കൊലപാതകത്തിന് കാരണം. അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ മകൻ ആഷിഖിനെ റിമാൻഡ് ചെയ്തു. ജന്മം നൽകിയതിന്റെ ശിക്ഷ നടപ്പാക്കി. കിടപ്പിലായ അമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ലഹരിക്കടിമയായ മകൻ പറഞ്ഞതാണിത്. സ്വത്ത് വിൽക്കാൻ ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുബൈദ തയ്യാറായിരുന്നില്ല. ഇതിലുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ആഷിഖ് മുൻപും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പലരോടും സുബൈദയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പല തവണ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇവൻ ഇന്നലെ ലഹരി ഉപയോഗിച്ചിരുന്നു. ഇല്ല, ഞങ്ങൾ പോലീസ് അത് എൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി വിൽപ്പനയായിട്ട് ബന്ധമല്ലോ നേരത്തെ അങ്ങനത്തെ? ഇല്ല, അത് പോലീസ് ആ കാര്യങ്ങൾ ലഹരി അടുത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹരിക്കടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് സുബൈദയുടെ സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിലെത്തിയത്. സുബൈദ ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കിടപ്പിലായിരുന്നു. ആവശ്യപ്പെട്ട പണം നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതി ആഷിഖ് അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങി സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിൽ അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിയായ ആഷിഖിനെ പോലീസ് രാവിലെ ഫോറൻസിക് തെളിവെടുപ്പിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എത്തിച്ചു. ഫോറൻസിക് പരിശോധന പൂർത്തീകരിച്ച ശേഷം ആഷിഖിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കുന്നമംഗലം മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി. കാമുകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുമോ? പാറശാലയിലെ ഷാരോൺ രാജ കൊലക്കേസിൽ കേരളം കാത്തിരുന്ന ശിക്ഷാവിധി നാളെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുന്നു. 1-ാം പ്രതി ഗ്രീഷ്മയും അമ്മാവനും 3-ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതാണ്.
കേരളത്തെ നടുക്കിയ കൊലപാതകം. സൈനികന്റെ വിവാഹാലോചന എത്തിയപ്പോൾ കാമുകനെ കൊല്ലാൻ തീരുമാനിച്ച പ്രതി. ആന്തരിക അവയവങ്ങൾ അഴുകി മരിച്ച ഷാരോൺ. ഒരു നിമിഷത്തെ ചിന്തയിൽ കൊലപാതകമല്ല, മറിച്ച് മാസങ്ങളുടെ ആലോചനയിൽ ആസൂത്രിതമായി നടത്തിയ പാതകം. തൂക്കുകയറിൽ കുറഞ്ഞൊന്നും ഗ്രീഷ്മയ്ക്ക് നൽകരുതെന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ 23-കാരി ഗതികേട് കൊണ്ട് ചെയ്ത കുറ്റകൃത്യമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. നഗ്നദൃശ്യം പകർത്തി സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള ഷാരോൺ ബ്ലാക്ക്മെയിലിന് ഗ്രീഷ്മയെ വിധേയയാക്കിയെന്ന വാദത്തിന് എത്രമാത്രം പ്രാധാന്യം കോടതി നൽകുമെന്നതും വിധിക്ക് ശേഷം വ്യക്തമാകും. എന്നാൽ അങ്ങനെയൊരു ദൃശ്യമേയില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പഴുതറച്ചിട്ടുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയത് എന്തിനെന്നും ഷാരോൺ വരുന്നതുവരെ വിഷം കലർത്തിയ കഷായം കാത്തുവെച്ചത് എന്തിനെന്നുമുള്ള വാദിഭാഗത്തിന്റെ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് പരിവർത്തനത്തിനുള്ള സമയം നൽകണമെന്ന ആവശ്യത്തിന് കോടതിയുടെ ആനുകൂല്യം ഉണ്ടാകുമോ ഇല്ലയോ? ന്യൂസ് 18 തിരുവനന്തപുരം. മകനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യും. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ അമ്മയുടെ വാക്കുകളാണിത്. 3 പെൺമക്കളുള്ള ആ അമ്മയ്ക്ക് കൊല്ലപ്പെട്ട യുവതിയുടെ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കാൻ കഴിയും. പ്രതി സഞ്ജയ് റോയിയുടെ സഹോദരിയും പറയുന്നത് അവനെ തൂക്കിക്കൊല്ലണമെന്നാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ശിക്ഷാവിധി നാളെയാണ്. പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിക്കുന്നത്. നിർഭയ കേസിന് സമാനമായി പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റം തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർഭാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റു ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കോടതിയിൽ അർപ്പിച്ച വിശ്വാസത്തെ മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിമാരോട് വികാരാധീനനായി പറഞ്ഞു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയിയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. നാളെ വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരിക്കുന്നത്. കോടതിക്ക് പുറത്ത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്.
നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വസ്ത്രം വലിച്ചഴിച്ചു, മുടിക്കുത്തിന് പിടിച്ചു, മണിക്കൂറുകളോളം തടവിൽ വെച്ചു. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് സംഭവിച്ച ദുരവസ്ഥയാണിത്. എറണാകുളം കൂത്താട്ടുകുളം എന്ന പ്രദേശത്തെ ഒരു പകൽ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ എന്നിട്ട് പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? തന്നെ തട്ടിക്കൊണ്ടുപോയ CPM പ്രവർത്തകർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ കലാരാജു പരാതി നൽകിയിട്ടും നടപടി ഒന്നുമില്ല. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നാണ് CPMന്റെ വാദം. സംഭവത്തിൽ പോലീസിനെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആലുവ റൂറൽ SP നിർദ്ദേശം നൽകി. ഇന്നലെ നടന്ന റോഡ് ഉപരോധത്തിൽ മുൻ മന്ത്രി അനൂപ് ജേക്കബ് ഉൾപ്പെടെ 50 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്ന തന്നെ പ്രവർത്തകർ വളഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കലാരാജു പറയുന്നത്. ഇതിനിടെ വസ്ത്രങ്ങൾ വരെ വലിച്ചു കീറി. ജീവന് ഭീഷണിയുണ്ടെന്നും അവർ പറയുന്നു. ഏരിയ കമ്മിറ്റിയിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചതാണെങ്കിൽ ഇതുപോലെ ഉപദ്രവിച്ച ഒരാളെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റേണ്ട. എനിക്ക് എന്റേതായ നിലപാടില്ലേ. ഉപദ്രവിച്ച് അതായത് എന്റെ വസ്ത്രം വലിച്ച് ഊരി, അതായത് ഇവരെന്നെ ഉന്തി വലിച്ചു കയറ്റടാ, അവളെ എറിയടാന്നൊക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കായിരുന്നു. കൊന്നുകളയടാന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കായിരുന്നു. കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ വലിച്ചടച്ചു. ഞാൻ പറഞ്ഞതിന്റെ കാലെന്ന് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ തുറന്നേച്ച് വലിച്ചടച്ചോ കാല്. എനിക്ക് കാലെടുക്കാനായിട്ട് ഒരു അവസരം തരാതെ. CPMൽ ഇനി തുടരാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കുമില്ല. സംരക്ഷണം നൽകിയ UDFുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അതേസമയം ഇതിൽ CPMന് ഒരു ബന്ധവുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറയുന്നത്. കോൺഗ്രസും UDFുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സഖാവിനെ CPM അല്ല തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അല്ലേ. ക്രിമിനലുകളാണ് കലാരാജുവിനെ ഉപദ്രവിച്ചതെന്നും അതിൽ LDFന് പങ്കില്ലെന്നുമാണ് CPM ഏരിയ സെക്രട്ടറി PB രതീഷ് പറയുന്നത്. കലയെ ബലം പ്രയോഗിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയതല്ല. അദ്ദേഹത്തിന്റെ 13 ജനപ്രതിനിധികളും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന തീരുമാനം എടുത്തതിന്റെ ഭാഗമായി പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ തടിച്ചുകൂടിയ MLA അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൗൺസിലർമാരെ ആക്രമിക്കുന്നത്, വനിതാ കൗൺസിലർമാരെ ആക്രമിക്കുന്നത്. അപ്പൊ അതാണ് അവിടെ രാവിലെ സംഘർഷം ഉണ്ടാവാൻ കാരണം. അതേസമയം അക്രമ സംഭവങ്ങളിൽ പോലീസ് കൂട്ടുനിന്നു എന്ന പരാതിയിൽ അഡീഷണൽ SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന നിർദ്ദേശം നൽകി. വെർബൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൾറെഡി ഞാൻ അഡീഷണൽ SP-നെ പറഞ്ഞിരുന്നു ഒരു വിശദമായ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. പാരലായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-ക്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉടൻ തന്നെ എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. റിപ്പോർട്ടിൽ വീഴ്ച ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി ഞാൻ ഫോർവേഡ് ചെയ്യും. ന്യൂസ് 18 കൊച്ചി. മുംബൈ പോലീസിന് 2 പകലും രാത്രിയും വട്ടം കറക്കിയ കേസ്. രാജ്യത്തെമ്പാടും മരിച്ചു പെറുക്കിയിട്ടും ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് നന്നേ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഒടുവിൽ അക്രമിയെ താനയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ബംഗ്ലാദേശ് സ്വദേശിയെന്നാണ് നിഗമനം. മൊബൈൽ കടയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. മുംബൈ പോലീസിനെ വട്ടം കറക്കിയ സെയ്ഫ് അലി ഖാൻ ആക്രമണക്കേസിലെ പ്രതി ഒടുവിൽ പിടിയിൽ. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ശക്തമാകുമ്പോഴാണ് ആക്രമണം നടന്ന് 70 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള അറസ്റ്റ്. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്തുനിന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിനെ മുംബൈ പോലീസ് പിടികൂടിയത്.
5 മാസം മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് മുംബൈയിലെത്തിയ ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജ പേരാണ് ഉപയോഗിച്ചിരുന്നത്. മോഷണം തന്നെയായിരുന്നു ലക്ഷ്യം. അതിക്രമിച്ചു കയറിയത് സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പോലീസ് പ്രതികരിച്ചു. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है। ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था। बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है। ये 5-6 महीने पहले मुंबई आया है ऐसा पता चला है। हाउस कीपिंग एजेंसी में काम करता है। ആദ്യ 2 ദിവസവും ഒരു തുമ്പുമില്ലാതിരുന്ന അന്വേഷണത്തിൽ ദാദറിലെ മൊബൈൽ കടയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ താമസ സ്ഥലം കണ്ടെത്തുകയും ഒപ്പം താമസിക്കുന്നവർ നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്തുകയുമായിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. 2023 നവംബർ 25 കുസാറ്റ് ദുരന്തം പലരും അത്ര വേഗം മറക്കാനിടയില്ല. സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവം. കോളേജിന് വീഴ്ച സംഭവിച്ചെന്ന ആരോപണമുയർന്ന കേസാണത്. കുസാറ്റ് അപകടത്തിൽ 1 വർഷത്തിന് ശേഷം പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മുൻ പ്രിൻസിപ്പൽ അടക്കം 3 പ്രതികളാണ് കേസിലുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കുസാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ പ്രിൻസിപ്പാൾ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ദുരന്തം നടന്ന് 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. നവംബർ 25 കുസാറ്റ് ദുരന്തമുണ്ടായത്. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പരിപാടിക്ക് മുന്നോടിയായി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ രജിസ്ട്രാർ വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറെ സ്ഥലം മാറ്റി. അന്വേഷണ വിധേയമായി പ്രിൻസിപ്പാളിനെയും ചുമതലയിൽ നിന്നും മാറ്റി. പരിപാടിയെക്കുറിച്ച് തങ്ങളെ അറിയിച്ചില്ലെന്നായിരുന്നു സർവകലാശാലയുടെ വാദം. അപകടത്തിൽ 4 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിക്കുള്ളിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യമാണെന്നുമുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് മുറിക്കുള്ളിൽ നിന്നും കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പറയുമ്പോഴും ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെങ്കൽ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ കോണ്ടിബയും മുക്ത കോണ്ടിബയും തമ്പാനൂരിലെ വിനായക ഹോട്ടലിലേക്ക് തിരികെയെത്തിയത്. പിന്നീട് ഇവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. റൂം വൃത്തിയാക്കുന്നതിനായി ഹോട്ടൽ ജീവനക്കാർ രാവിലെ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ
വാതിൽ ചവിട്ടിപ്പൊളിച്ച് ജീവനക്കാർ അകത്ത് കിടക്കുകയായിരുന്നു. മുക്തയുടെ മൃതദേഹം കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലും ദത്താത്രയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 2 ആത്മഹത്യാ കുറിപ്പുകളും പോലീസ് മുറിക്കലിൽ നിന്ന് കണ്ടെടുത്തു. അച്ഛനും അമ്മയും ഇല്ലെന്നും അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരും പരാമർശിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആന്ന ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. സോ ഇവിടെ വന്നിട്ട് അവന് ഒരു 2 ദിവസമായിട്ടുണ്ട്. സോ അവിടെ നമുക്ക് പ്രൈമ ഫേസി ചെയ്ത ഇൻഫർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. വേറെ ഇൻഫർമേഷൻ ഇതുവരെ ഇല്ല. അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കിൽ എന്തൊക്കെ റീസൺ ആണ് അത് കൂടുതൽ അന്വേഷിക്കുക ചെയ്യാലേ മനസ്സിലാവും. അതേസമയം ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഫുട്ബോൾ വല്ലാത്തൊരു ലഹരിയാണ്. മത്സരത്തിനിടെ ആവേശമൂത്ത സംഘർഷങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഫുട്ബോൾ മത്സരത്തിനുണ്ടായ സംഘർഷം കൂട്ടയടിയിൽ കലാശിച്ചു. റഫറിയെ കളിക്കാർ മർദ്ദിച്ചതായും പരാതിയുണ്ട്. റെഡ് കാർഡ് കാണിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. പെരിന്തൽമണ്ണയിൽ നടന്ന 52ാമത് ഖാദർ അലി ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഫൈനൽ മത്സരം പുരോഗമിക്കുന്നതിനിടെ റെഡ് കാർഡ് കാണിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കളി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റഫറിയെ താരങ്ങൾ മർദ്ദിച്ചു. സംഘടനക്കാരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ റഫറിയെ മോചിപ്പിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഫിഫ മഞ്ചേരി കാർഗിൽ ജൂബിലി FC ഫൈനൽ മത്സരത്തിനിടെയാണ് അനിഷ്ട സംഭവമുണ്ടായത്. മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഫിഫ മഞ്ചേരി വിജയിക്കുകയും ചെയ്തു. ന്യൂസ് 18 തിരൂർ. സുഹൃത്തിന്റെ ഭാര്യയിൽ നിന്നും കടം വാങ്ങിയ സ്വർണം തിരികെ കൊടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ മാല കവർച്ച ചെയ്ത ഒരു സംഭവത്തിലേക്കാണ്. കാസർഗോഡാണ് കടം വാങ്ങിയ സ്വർണം പണയപ്പെടുത്തിയ ശേഷം തിരിച്ചെടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ മാല കവർന്നത്. കേസിൽ മാലോം സ്വദേശി ഷാജിയെ വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലയിൽ മുൻപ് നടന്നിട്ടുള്ള മറ്റേതെങ്കിലും മോഷണ കേസിൽ ഷാജിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ ഭാര്യയോട് കടം വാങ്ങിയ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയ ശേഷം അവധി കഴിഞ്ഞ് പണയ ഉരുപ്പടി തിരിച്ചെടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ സ്വർണമാല തട്ടിപ്പറിച്ചോടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാലോം ചുള്ളി നായക്കർ വീട്ടിൽ ഷാജിയെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തോട്ടിൽ വസ്ത്രമലക്കാനായി പോയ വീട്ടമ്മയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണമാല പട്ടാപ്പകൽ തട്ടിപ്പറിച്ചോടിയ കള്ളനെ പിടികൂടാനായത് വെള്ളരിക്കുണ്ട് പോലീസിന്റെ 3 മാസത്തെ പ്രയത്നത്തിനൊടുവിലാണ്.
2024 സെപ്റ്റംബറിലാണ് മാലോം കാര്യോട്ടുചാലിലെ അരുൺ ജോസിന്റെ ഭാര്യ മഞ്ജു ജോസിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഷാജി തട്ടിപ്പറിച്ചത്. പിന്നീട് മാലക്കല്ലിലെ ഒരു ജ്വല്ലറിയിൽ സ്വർണം വിൽപ്പന നടത്തുകയും 3/4 പവൻ തൂക്കം വരുന്ന മറ്റൊരു മാല വാങ്ങുകയുമായിരുന്നു. നേരത്തെ മാല വാങ്ങി ബാങ്കിൽ പണയപ്പെടുത്തിയ സ്ത്രീക്കാണ് ഈ മാല നൽകിയത്. ഇത് തിരിച്ചു കൊടുക്കാനായിട്ടാണ് മഞ്ജു ജോസിന്റെ സ്വർണ്ണമാല ഷാജി കവർന്നത്. മാല മോഷണത്തിന് മഞ്ജു ജോസ് വെള്ളരിക്കുണ്ട് പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ഷാജിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ച പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ഷാജി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഞങ്ങൾ ഇതിന്റെ ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ അഖിലിന്റെ വൈഫിന് നിങ്ങൾ പുതിയ മാല വാങ്ങി കൊടുത്തിരുന്നു എന്ന് ചോദിച്ചു. കൊടുത്തിരുന്നു പറഞ്ഞു. ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. അത് സോണി ജ്വല്ലറി മാലക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് അതിനെക്കുറിച്ച് അത് വാങ്ങാൻ എവിടെ നിന്ന് ക്യാഷ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മഹീന്ദ്ര ഫിനാൻസിലായിരുന്നു ഇന്ന് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞു. മഹീന്ദ്ര ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അപ്പോൾ തന്നെ അന്വേഷിച്ചു. അതിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മഹീന്ദ്ര ഫിനാൻസിൽ ലോൺ എടുത്ത് കുറേ നാളായി. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് മറ്റൊന്ന് ചോദിച്ച് ഞങ്ങൾ വളരെ മെട്ടിക്കുലസ് ആയിട്ട് ചോദ്യം ചെയ്തതിൽ ടിയാനെ കൂടുതൽ കാര്യങ്ങളിൽ പിടിച്ചിരിക്കാനായില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യലിൽ അത്രത്തോളം പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ടീമിന്റെയും സാറിന്റെയും ഈ കൂട്ടായ ശ്രമത്തിലൂടെ തന്നെയാണ്. ജില്ലയിൽ നേരത്തെ നടന്നിട്ടുള്ള മറ്റേതെങ്കിലും മോഷണ കേസിൽ ഷാജിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ അപകടം. ഒടുവിൽ മോഷ്ടാവ് പോലീസിന്റെ പിടിയിലുമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് മോഷണം നടത്തി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൊല്ലം പട്ടത്താനം സ്വദേശി നദീർ ഷാനാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. മോഷണം നടത്തി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞ പ്രതിയെ പൊക്കി കുറ്റിപ്പുറം പോലീസ്. കൊല്ലം പട്ടത്താനം സ്വദേശി വായാലിൽ തോപ്പ് നിസാറിന്റെ മകൻ നദീർ ഷാൻ ആണ് പിടിയിലായത്. കാസർഗോഡ് കാഞ്ഞങ്ങാടിൽ നിന്ന് മോഷണം നടത്തി അവിടെ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് അമിത വേഗതയിൽ വരുന്നതിനിടെയാണ് കുറ്റിപ്പുറത്ത് വെച്ച് ഒരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു നദീർ ഷാൻ. അപകടത്തെ സംബന്ധിച്ച് കുറ്റിപ്പുറം പോലീസിന്റെ വിദഗ്ധ അന്വേഷണത്തിലാണ് നദീർ ഷാൻ മോഷണം നടത്തി വന്നതാണെന്ന് കണ്ടെത്തിയത്. ഇയാളെ കാഞ്ഞങ്ങാട് പോലീസിന് കൈമാറി. തിരൂർ. കോളേജ് പഠനകാലത്താണ് താമരശ്ശേരിയിലെ ആഷിഖ് എന്ന യുവാവ് ലഹരി ഉപയോഗം തുടങ്ങിയത്. പിന്നെ ലഹരിയിൽ മയങ്ങുന്നതായിരുന്നു അവൻ്റെ ലോകം. കൂട്ടുകാർക്കൊപ്പമുള്ള വഴിവിട്ട ജീവിതം, ലഹരി വാങ്ങാനുള്ള പണം നൽകാത്തതിന് ഒടുവിൽ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്നു. ഇപ്പോഴത്തെ യുവതലമുറ എത്രത്തോളം അപകടക്കെണിയിലാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് താമരശ്ശേരിയിലെ ഒരു കുടുംബത്തിലെ മാത്രം അവസ്ഥയല്ല കേട്ടോ. നമ്മുടെ ഒക്കെ വീടുകളിലും നാളെ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം. ക്യാമ്പസുകളിൽ പതിയിരിക്കുന്ന ലഹരി മാഫിയ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കൂ, മക്കളെ കരുതലോടെ വളർത്തൂ. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.